ഇന്നത്തെ വർക്ക് തുടങ്ങിയത് ഉള്ളേരി നിന്നായിരുന്നെങ്കിൽ അത് അവസാനിപ്പിച്ചത് കോഴിക്കോട് ടൗണിലാണ്. ഇന്ന് കുറച്ച് നേരത്തെ നിർത്തണമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ അത് അവസാനിപ്പിച്ചപ്പോൾ ഏതാണ്ട് 6 മണി കഴിഞ്ഞിരുന്നു സമയം. ഇന്നും കൂടെ സാറുണ്ടായിരുന്നു. സാറിനെ വിട്ടു വന്നപ്പോൾ ഒന്നുകൂടി ലേറ്റായി. ഈ ലേറ്റ് ആയെന്ന് പറഞ്ഞാലും പോവാൻ തീരുമാനിച്ചാൽ പോണമെന്നാണല്ലോ. സംഭവം വേറെ എങ്ങോട്ടുമല്ല, ഒരു സിനിമ കാണാനാണ്. അതിപ്പോൾ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ സ്വതവേ ഡൗൺ ആയി കഴിഞ്ഞാൽ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി സ്വതവേ ചെയ്യുന്നത് ഒരു സിനിമ കാണാറാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ അതങ്ങ് ഹാങ് ഓവറായി മാറും. അതായത് പിറ്റേ ദിവസങ്ങളിൽ ആ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ഒരു തരത്തിൽ പറഞ്ഞ ഒരു അഡിക്ഷൻ. പിന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്ന ഒരു പടമാണ്. ഞാൻ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ കേരളക്കാരെ ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു പടമായിരിക്കാം. 1-ാം ഭാഗം ഇറങ്ങിയിട്ട് ഗംഭീരമായിട്ട് പൊട്ടിയ പടം. 2-ാം ഭാഗത്തിന് വേണ്ടിയിട്ട് ആളുകൾ നിലവിളി കൂട്ടിയിട്ട് സെക്കൻഡ് ഭാഗം ഇറക്കിയ പടം. അതിൻ്റെ ഒരു 3-ാം പോർഷനാണ് ഈ വന്നിരിക്കുന്നത്. ഈ സിനിമ ചരിത്രത്തിൽ ഉണ്ടാവില്ല ഇങ്ങനൊരു പടം. അതെ, നമ്മുടെ ആട് 3. കൃത്യമായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഭാഗം ഇറങ്ങിക്കഴിഞ്ഞ് അതിന്റെ കളക്ഷൻ വെച്ചിട്ടാണ് അധികം ആളുകളും സെക്കൻഡ് എടുക്കുന്നത്. പക്ഷേ ഈ പടത്തിന്റെ കളക്ഷനോ അതിന്റെ റിപ്പീറ്റ് വാല്യൂ ഒക്കെ തീരുമാനിച്ചത് ബിഗ് സ്ക്രീൻ ആയിരുന്നില്ല, നമ്മുടെ മിനി സ്ക്രീൻ ആയിരുന്നു. അത് തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ആളുകൾ TV കണ്ടിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് വാച്ചിന് വേണ്ടി തിയേറ്ററിൽ ചോദിച്ചതാണ് അതിന്റെ സെക്കൻഡ് ഭാഗം എടുക്കാൻ കാരണമായത്. അതാണെങ്കിൽ ഗംഭീര വിജയമാവുകയും ചെയ്തു. ആ വിജയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ ഒരു 3-ാം ഭാഗമായി ഇപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പോർഷൻ വന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെയുള്ള ആ ആഘോഷം കാണാനാണ് ഈ പടം കാണാൻ കയറിയത്. ഇനി പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് മൊത്തം നമ്മുടെ കഥ കാണിച്ച് പോകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ കാണിച്ച് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് തീർന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ആണെങ്കിൽ ആവശ്യമില്ലാതെ എന്തൊക്കെയോ വലിച്ചു കിട്ടുന്ന പോലെയും ഫീൽ ചെയ്തു. അങ്ങനെ ഒടുവിൽ ഇന്നത്തെ പടം തീർത്തിട്ട് ഡയറി തീർത്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് മടങ്ങി.